വൈക്കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ചരിത്ര സ്മാരകമായ വടക്കേ കൊട്ടാര ഭാഗങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും കാട് കയറി നശിക്കുന്നു. ദേവസ്വം വിജിലൻസ് ഓഫീസ് പ്രവർത്തിക്കുന്ന കൊട്ടാരത്തിൻ്റെ പിൻഭാഗമാണ് ജീർണാവസ്ഥയിലുള്ളത്. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസും ദേവസ്വം പൊതുമരാമത്ത് ഓഫീസും റെസ്റ്റ് ഹൗസും അടക്കം പ്രവർത്തിക്കുന്ന പ്രദേശമാണ് കാട് കയറി പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ടും കാട് തെളിക്കാൻ നടപടിയെടുക്കാത്തത്. രാജഭരണകാല ചരിത്രാവശേഷിപ്പായ വടക്കേ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം ഒഴികെയുള്ള പ്രദേശങ്ങളാണ് കാട് കയറി ജീർണാവസ്ഥയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ രാത്രി കിടന്നുറങ്ങിയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾക്ക് മരണപ്പെട്ടതിന് 4 ദിവസം മുമ്പ് വിഷമില്ലാത്തതെന്ന് കരുതുന്ന പാമ്പിൻ്റെ കടിയേറ്റ് ചികിത്സ തേടിയിരുന്നു. കൊട്ടാരത്തിനോട് ചേർന്ന് 1988 പണിത കെട്ടിടവും കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തെ അനുബന്ധ കെട്ടിടവും കൊട്ടാരത്തിൻ്റെ പിൻഭാഗവുമാണ് കാട് കയറി ജീർണാവസ്ഥയിലായിട്ടുള്ളത്. ഇതിനോട് ചേർന്നാണ് ദേവസ്വം പൊതുമരാമത്ത് ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നതെന്നതാണ് കൗതുകം. കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഈ ജീർണിച്ച കെട്ടിടങ്ങളിലടക്കമാണ് ക്ഷേത്രത്തിൽ സഹായികളായി ജോലി ചെയ്യുന്നവരടക്കം വിശ്രമിക്കുന്നതും. ദിവസേനയെന്നോണം ഇവിടെ പാമ്പുകളെ കാണാറുണ്ടെന്നും ഇവർ പറയുന്നു. എന്നിട്ടും ഈ കാട് വെട്ടിത്തെളിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ചരിത്ര സ്മാരകമായ കൊട്ടാരത്തിൻ്റെ ജീർണാവസ്ഥയിലെ ഭാഗങ്ങൾ നന്നാക്കാൻ പോലും ദേവസ്വം ബോർഡ് നടപടിയെടുക്കുന്നില്ല എന്നാണ് പരാതി. ഇതോടെ നഗരസഭ ഇടപെട്ട് കാട് വെട്ടിത്തെളിച്ച് പ്രദേശം സുരക്ഷിതമാക്കണമെന്നും ദേവസ്വത്തിൽ നിന്ന് പണം ഈടാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.